ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വയനാട്ടിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. CMRL എക്സാലോജിക് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ED സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തെ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 140 കോടി പൌരന്മാരുടെ പിന്തുണയോടെയും രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന എന്ന സമീപനത്തിലൂടെയും വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിൽ അടിയുറച്ചാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സേവനം, സദ്ഭരണം, അഭിവൃദ്ധി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. വയനാടിന്റെ ചുമതലയുള്ള മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയായിരുന്നു യോഗം. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രികളിലും ശുചിത്വം ഉറപ്പുവരുത്തും. ഇതിനായുള്ള നോട്ടീസുകൾ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിക്കും. ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത കുട്ടികളെ നിരീക്ഷിക്കുവാനും മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാനും തീരുമാനിച്ചു. നിലവിലെ എല്ലാ സ്കൂളുകളിലും നിരീക്ഷണം നടത്തും. സാമ്പിളുകളുടെ പരിശോധനയിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കാനും യോഗം തീരുമാനിച്ചു. നിലവിൽ 433 കുട്ടികളാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഉള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറി മുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സംവിധാനമാണ് വെർച്വൽ ഓട്ടോപ്സി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തുമെന്നും ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ശ്രീ കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂരിൽ കനത്ത മഴ തുടരുന്നു. ജില്ലയിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജില്ലയിൽ ഇന്നലെ രാത്രി മുതലാണ് തുടർച്ചയായ മഴ ആരംഭിച്ചത്. സാധാരണ ജനജീവിതത്തെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിനടുത്ത് LIC റോഡിൽ പഴയ കെട്ടിടം തകർന്നു വീണു. ചെങ്കല്ലും ഓടും ഉൾപ്പെടെ സമീപത്തെ റോഡിലേക്കാണ് തകർന്നു വീണത്. മതിലും തകർന്നിട്ടുണ്ട്. ആളപായം ഉണ്ടായിട്ടില്ല. നഗരത്തിലെ മാർക്കറ്റിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരുന്നതിനാൽ ട്രോളിംഗ് ബോട്ടുകളെല്ലാം കടലിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ഉടമകൾ മാറ്റിയിടണമെന്ന് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. മലയോര പ്രദേശങ്ങളിലും മഴ തുടരുന്നുണ്ട്. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 എണ്ണം ഉയർത്തിയിട്ടുണ്ട്. തൃശൂർ ചേറൂർ വില്ലടം മേഖലയിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് മേഖലയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റാൻ ശ്രമം തുടരുകയാണ്. മാരാരിക്കുളം ആലപ്പുഴ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. 10.65 കിലോമീറ്റർ പാത 220.51 കോടി രൂപ ചെലവിൽ ഇരട്ടിപ്പിക്കും. എറണാകുളം തുറവൂർ, ആലപ്പുഴ, അമ്പലപ്പുഴ, കായംകുളം റൂട്ടിൽ മാരാരിക്കുളം ആലപ്പുഴ സെക്ഷനാണ് നിലവിൽ ഏക സിംഗിൾ ലൈൻ. ഈ ഭാഗത്ത് ഇരട്ടിപ്പിക്കൽ പൂർത്തിയായി കഴിഞ്ഞാൽ പാതയിലൂടെ 9 യാത്രാ തീവണ്ടികൾ കൂടി സർവീസ് നടത്തുന്നതിനും പ്രതിവർഷം 28 ടൺ ചരക്ക് കടത്തുന്നതിനും സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ED സമൻസ്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വീണയ്ക്കൊപ്പം മറ്റ് 8 പേർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. CMRLുമായി ബന്ധപ്പെട്ടവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് വിവരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന രണ്ടാമത്തെ സിവിൽ ഇൻവെസ്റ്റിച്വർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. സംസ്ഥാനത്തെ യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖല ഇനി 52 ദിവസം നിശ്ചലമാകും. മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ യന്ത്രവത്കൃത മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്തെ 6000-ഓളം ട്രോളിംഗ് ബോട്ടുകളെ നിരോധനം ബാധിക്കും. യന്ത്രവത്കൃത യാനങ്ങൾ കടലിൽ പോകുന്നത് തടഞ്ഞുകൊണ്ട് ഫിഷറീസ് അധികൃതർ ഇന്ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ചങ്ങല ബന്ധിക്കും. ഇതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. ഭൂരിഭാഗം ട്രോളിംഗ് ബോട്ടുകളും ഇതിനകം തന്നെ നീണ്ടകര പാലത്തിന് കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റിക്കഴിഞ്ഞു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കും. ട്രോളിംഗ് നിരോധനം സമാധാനപരമായി നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ലഹരിക്കടിമയാകാൻ കേരളത്തിലെ യുവാക്കളെ വിട്ടുകൊടുക്കില്ല എന്ന നയമാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടികളെ ലഹരിക്കടിമയാക്കാനുള്ള ശ്രമങ്ങളെ നാം ശക്തമായി പ്രതിരോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഓപ്പറേഷൻ തൂഫാൻ അതിശക്തമായി മുന്നേറുകയാണെന്നും തെറ്റുകൾക്കെതിരെ വിദ്യാർത്ഥികൾ പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് ആവേശത്തിലേക്ക് കേരളം. ഫുട്ബോൾ മാമാങ്കത്തിനൊരുങ്ങി കേരളം. ലോകകപ്പ് വിശേഷങ്ങളുമായി സുരേഷ് എടപ്പാൾ. ലോകം കാത്തിരിക്കുന്ന കാൽപന്ത് മഹോത്സവത്തിന്റെ കിക്ക് ഓഫിന്റെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലും ആവേശം അലകടലായി മാറുകയാണ്. ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടീമുകൾ ഇത്തവണ പങ്കെടുക്കുന്നു. 48 ലോകരാജ്യങ്ങളുടെ ഫുട്ബോൾ കരുത്താണ് 16 നഗരങ്ങളിലായി നടക്കുന്ന 104 മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുക. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ സംയുക്താതിഥ്യത്വം വഹിക്കുന്നു എന്നതും ചരിത്രമാണ്. മെസ്സി, റൊണാൾഡോ, നെയ്മർ അടക്കമുള്ള 1 ഡസനിലേറെ ഇതിഹാസ താരങ്ങൾ ബൂട്ടഴിക്കുന്ന ലോകകപ്പായി മാറും ഇത്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുന്നത് വൻകരകൾക്കപ്പുറത്താണെങ്കിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വിളംബര റാലികളും കൊടിതോരണങ്ങളും ബോർഡുകളും നിറഞ്ഞു കഴിഞ്ഞു. അർജന്റീന, ബ്രസീൽ ടീമുകൾക്കാണ് കേരളത്തിൽ കൂടുതൽ ആരാധകർ. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഇതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. PMSMAയുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ 1 ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നഡ്ഡ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMAയുടെ ലക്ഷ്യം. പദ്ധതിക്ക് കീഴിലുള്ള 9 സൗജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജന സമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കും. 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 202 പോയിന്റ് ഉയർന്ന് 73,727-ലും നിഫ്റ്റി 69 പോയിന്റ് നേട്ടത്തിൽ 23,192-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വയനാട്ടിൽ മന്ത്രി T. സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. CMRL എക്സാലോജിക് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T. വീണയ്ക്ക് ED സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.